നമസ്കാരം, MSU ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തത്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം എങ്ങനെയാണ് ആരംഭിച്ചത്? 1939 സെപ്റ്റംബർ 1 പോളണ്ടിനെ ആക്രമിക്കലോടുകൂടെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ബാക്കി പോർഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർ ആ ക്ലാസ് നിർബന്ധമായിട്ടും കേൾക്കുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ MSU ടോക്സിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് 8 മുതൽ 10 വരെയുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അതിലേക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്തണം. നമുക്ക് എന്താക്കാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇറ്റലി, ജർമ്മനി, ജപ്പാൻ ഈ മൂന്നെണ്ണമാണ് ഇനി സഖ്യശക്തികളിൽ ബാക്കിയുണ്ടായിരുന്നത്. അതിൽ ഇറ്റലി പരാജയം സമ്മതിച്ചു, അവിടെ നിന്ന് പോന്നു. 1943 നിന്ന് ഇറ്റലി രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി അഥവാ പരാജയം സമ്മതിച്ചു. എന്നിട്ടും ജർമ്മനി അഥവാ ഇറ്റലിയും ജർമ്മനിയും നമ്മൾ പറഞ്ഞു, ഇറ്റലിയിലുള്ള ഫാസിസത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഫാസിസവും നാസിസവും. ജർമ്മനി ഇറ്റലിയിൽ ഉത്ഭവിച്ചതാണ് ഇത് രണ്ടും. അപ്പോൾ ഇറ്റലിയും ജർമ്മനിയും തമ്മിൽ വളരെ വലിയ അടുപ്പം, വളരെ വലിയ ആത്മബന്ധമുണ്ട്. എന്നിട്ടും ഇറ്റലി അവിടെ നിന്ന് പിന്മാറിയിട്ടും എന്താക്കിയില്ല, ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്ന് എന്താകുന്നില്ല, അവിടെ നിന്ന് പിന്മാറുന്നില്ല. പിന്നീട് ജർമ്മനിയും എന്താകാൻ തുടങ്ങി, ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്നും അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികളിൽ നിന്നും വീഴാൻ തുടങ്ങി. അഥവാ സഖ്യശക്തികൾ ജർമ്മനിയുടെ മേലിലും അധികാരം സ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എന്താ കാരണമെന്ന് വെച്ചാൽ റഷ്യൻ സൈന്യം USSR ബെർലിനിലേക്ക് പ്രവേശിച്ചു. എവിടത്തേക്ക്? ബെർലിനിലേക്ക് USSR പ്രവേശിച്ചു. ആദ്യം USSR ആരുടെ കൂടെയായിരുന്നു? അച്ചുതണ്ട് ശക്തികളുടെ കൂടെയാണെങ്കിലും പിന്നീട് റഷ്യ USSRനെ ജർമ്മനി ആക്രമിച്ച കാരണത്താൽ അവിടെ നിന്നും മാറി നേരെ സഖ്യശക്തികളുടെ കൂടെ ചേരുകയും ഇത് കാരണത്താൽ പിന്നീട് റഷ്യ അല്ലെങ്കിൽ USSR നേരെ ബെർലിനിലേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ ബെർലിനിലേക്ക് പ്രവേശിച്ച സമയത്ത് ഹിറ്റ്ലർ ബെർലിൻ വിടാൻ താല്പര്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ഹിറ്റ്ലർ ആ ബെർലിൻ വിടാൻ സമ്മതിച്ചില്ല, അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലർ ഒരു ബങ്കറിൽ പോയിട്ട് ഒളിച്ചു. ഈ സമയത്ത് തന്നെ ഹിറ്റ്ലറിൻ്റെ കാമുകി ആരാണ്? ഇവാ ബ്രൗൺ. ഈ ഇവാ ബ്രൗണും ഹിറ്റ്ലറും ലിവിങ് ടുഗദറിലായിരുന്നു, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് പ്രണയിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ബംഗറിൽ നിന്ന് ഇരിക്കിയ സമയത്താണ് ഹിറ്റ്ലർ വിവാഹം കഴിക്കുകയാണ് ഇവാ ബ്രൗണിനെ 1945 ഏപ്രിൽ 28. അഥവാ ഇനി ജർമ്മനി എന്തായാലും പരാജയപ്പെടും, തനിക്ക് പരാജയം സംഭവിക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞതോടുകൂടെ ഹിറ്റ്ലർ ഇവാ ബ്രൗണിനെ വിവാഹം കഴിക്കുകയാണ്. എപ്പോൾ? 1945 ഏപ്രിൽ 28. ശ്രദ്ധിക്കണം, ഈ ഏപ്രിൽ 28, 1945 ഏപ്രിൽ 28 വേറൊരു സംഭവം നടക്കുന്നുണ്ട്. എന്താണത്? മുസോളിനിയുടെ കാമുകിയാണ് ക്ലാരറ്റ് പെറ്റാച്ചി. ആരാണ്? ക്ലാരറ്റ് പെറ്റാച്ചി. ഈ മുസോളിനിയുടെ മുസോളിനിയും തമ്മിൽ ഇറ്റലി പരാജയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയ സമയത്ത് അവിടെയുള്ള ജനക്കൂട്ടുകളെല്ലാം ഇവരെ പിടിച്ചു വെച്ചു. അങ്ങനെ ഇവരെ ധാരാളം മർദ്ദിച്ചു. 1943 ഇറ്റലി പിന്മാറി അല്ലെങ്കിൽ പരാജയം സമ്മതിച്ചു. അതിനുശേഷം മുസോളിനിയും തൻ്റെ കാമുകിയായ ക്ലാരറ്റ് പെറ്റാച്ചിയും കൂടെ അവിടെ നിന്ന് രാജ്യം വിടാൻ ശ്രമിച്ചപ്പോൾ ജനക്കൂട്ടം അവരെ പിടിച്ചു വെക്കുകയാണ്. ഈ ജനക്കൂട്ടം പിടിച്ചു വെച്ചിട്ട് അവരെ ധാരാളം മർദ്ദിക്കുകയും അവരെ കൊന്നുകളയുകയും ചെയ്തു. ശ്രദ്ധിക്കണം, അവരെ കൊന്നുകളയുകയും ചെയ്തു. അങ്ങനെ മുസോളിനിയെയും കാമുകിയെയും കൊന്ന വർഷം ഏതാണ്? 1945 ഏപ്രിൽ 28. 1945 ഏപ്രിൽ 28. അപ്പോൾ ഹിറ്റ്ലറും അവിടുത്തെ കാമുകിയായ ഇവാ ബ്രൗണും തമ്മിൽ വിവാഹം കഴിച്ചതോ? അതും 1945 ഏപ്രിൽ 28. അപ്പോൾ ജർമ്മനിയിൽ വിവാഹം നടക്കുമ്പോൾ ഇറ്റലിയിൽ ഒരു കൊലപാതകം, അഥവാ ഇറ്റലിയിൽ കൊലപാതകം നടക്കുമ്പോൾ ജർമ്മനിയിൽ ഒരു വിവാഹം. അപ്പം ശ്രദ്ധിക്കണം, അത് രണ്ടും നടക്കുന്ന ഒരേ വർഷം, ഒരേ മാസം, ഒരേ ദിവസം 1945 ഏപ്രിൽ 28. മുസോളിനിയും ഹിറ്റ്ലറും തമ്മിൽ വളരെ വലിയൊരു ആത്മബന്ധമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇറ്റലിയിലുള്ള ഫാസിസത്തെയും ജർമ്മനിയിലുള്ള നാസിസത്തെയൊക്കെ ഉത്ഭവിപ്പിച്ചാരാണ്? ഒന്ന് മുസോളിനിയും, ഇറ്റലിയിൽ മുസോളിനിയും ജർമ്മനിയിൽ ഹിറ്റ്ലറുമാണ്. അങ്ങനെ വലിയൊരു ആത്മബന്ധം ആര് തമ്മിലുണ്ട്? ഹിറ്റ്ലറും മുസോളിനിയും. അതുപോലെ തന്നെ ഹിറ്റ്ലറിൻ്റെ വിവാഹം കഴിയുന്ന സമയത്ത് മുസോളിനിയുടെ കൊലപാതകവും കഴിയുകയാണ്. ഓക്കെ,
അങ്ങനെ ഹിറ്റ്ലറും ഇവാ ബ്രൗണും എന്തൊക്കെയാണ് അവിടുന്ന് 1945 ഏപ്രിൽ 28 വിവാഹം കഴിഞ്ഞു. പിന്നീട് സഖ്യശക്തികൾക്ക് മനസ്സിലായി ഹിറ്റ്ലർ ഇന്ന ബംഗറിലാണ്, നമ്മൾ പറഞ്ഞു ബംഗറിൽ ഒളിച്ചിരിക്കുകയാണെന്ന്. ഈ ബംഗറിലായിരിക്കുന്ന സമയത്ത് ഹിറ്റ്ലറിനെ എന്താക്കി സഖ്യശക്തികൾ വന്നിട്ട് വളഞ്ഞു. ഹിറ്റ്ലറിനെയും തൻ്റെ കാമുകിയായ ഇവാ ബ്രൗണിനെയും എന്താക്കി സഖ്യശക്തികൾ വളഞ്ഞു. ഈ വളഞ്ഞ കാരണത്താൽ ഇനി തനിക്ക് രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോഴാണ് 1945 ഏപ്രിൽ 28 ഇതിൻ്റെ രണ്ടാമത്തെ ദിവസം അഥവാ 1945 ഏപ്രിൽ 30 ഹിറ്റ്ലറും ഇവാ ബ്രൗണും എന്താക്കുകയാണ് ആത്മഹത്യ ചെയ്യുകയാണ്, സൂയിസൈഡ് ചെയ്തു. എപ്പോൾ 1945 ഏപ്രിൽ 30 എപ്പോഴായിരുന്നു വിവാഹം കഴിഞ്ഞത്? 1945 ഏപ്രിൽ 28. അത് കഴിഞ്ഞ് രണ്ടാം ദിവസം തന്നെ ശ്രദ്ധിക്കണം, 1945 ഏപ്രിൽ 28 രണ്ട് സംഭവങ്ങളാണ് നടന്നത്. ഇറ്റലിയിൽ മുസോളിനിയെയും അവിടുത്തെ കാമുകിയായ ക്ലാരറ്റ പെറ്റാച്ചിയെയും വധിച്ചു. അതുപോലെ തന്നെ ജർമ്മനിയിൽ ഹിറ്റ്ലറും അവിടുത്തെ കാമുകിയായ ഇവാ ബ്രൗണും തമ്മിൽ വിവാഹം കഴിഞ്ഞു. എങ്കിൽ 1945 ഏപ്രിൽ 30 രണ്ട് സംഭവങ്ങൾ നടക്കുന്നു. ഒന്ന്, ഇവിടെ ഹിറ്റ്ലറിനെ എന്താക്കുകയാണ്, വധിക്കുകയാണ്. ഏപ്രിൽ 30 നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജോർജ് വാഷിങ്ടൺ അധികാരത്തിലേക്ക് വരുന്ന എപ്പോഴാണ്? ഏപ്രിൽ 30 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ധാരാളം സംഭവങ്ങൾ നടന്ന ഏപ്രിൽ 30 നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഓക്കെ, നമുക്കിതിലേക്ക് കടന്നു വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 1945 ഏപ്രിൽ 30 ഹിറ്റ്ലറും ഇവാ ബ്രൗണും ആത്മഹത്യ ചെയ്തു. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം ഏതാണത്? ഹിറ്റ്ലറിൻ്റെ ജനനം. എപ്പോഴാണ് ഹിറ്റ്ലർ ജനിക്കുന്നത്? 1889 ഹിറ്റ്ലർ ജനിക്കുന്നത്. 1889 നെഹ്റുവിൻ്റെ ജനനം. 1889 ഹിറ്റ്ലറിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച് സിനിമ ഇറക്കിയ ചാർലി ചാപ്ലിൻ്റെ ജനനം. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ, മലയാളത്തിൻ്റെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ അത് രചിക്കുന്നതും എപ്പോഴാണ്? 1889. അപ്പോൾ ഇതൊന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടന്നു വരാം. അങ്ങനെ 1945 എന്താവുകയാണ്? അവിടുന്ന് ഏപ്രിൽ ആയപ്പോഴേക്കും ജർമ്മനിയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ പരാജയം സമ്മതിച്ചു. പിന്നീട് ഇനി ഏത് ബാക്കിയുണ്ട്? ഇനി ജപ്പാനാണ് ബാക്കിയുള്ളത്. ജപ്പാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ജപ്പാനാണ് അമേരിക്ക എന്താക്കുന്നത്? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ജപ്പാൻ എന്താക്കിയാണ്? അമേരിക്കയുടെ തുറമുഖമായ പോൾ ഹാർബർ ആക്രമിച്ചു. അത് കാരണത്താൽ അമേരിക്ക എന്താക്കുകയാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അപ്പോൾ എന്താക്കുകയാണ്? ഈ അമേരിക്ക ഇവിടെ വന്നു. ഈ അമേരിക്ക തന്നെയാണ് എന്താക്കുകയാണ്? ജപ്പാനിലേക്ക് അണുബോംബ് വർഷിക്കുകയാണ്. കാരണം ജപ്പാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്, അവർ നിർത്തുന്നില്ല. അങ്ങനെ ഇനി ഇവരെയും കൂടി പരാജയപ്പെട്ടാൽ ആര് ജയിച്ചു? സഖ്യശക്തികളെ. അവിടെ രണ്ടാം ലോക മഹായുദ്ധം വിജയിക്കുകയാണ്. അങ്ങനെ അമേരിക്ക എന്താക്കുകയാണ്? ജപ്പാനിലേക്ക് ആദ്യമായിട്ട് അണുബോംബ് പ്രയോഗിക്കുകയാണ്. ലോകത്ത് ആദ്യമായി അണുവായുധം പരീക്ഷിച്ചത് തന്നെ ആരാണ്? അമേരിക്കയാണ്. ആ അമേരിക്ക ജപ്പാനിലേക്ക് 2 ദിവസങ്ങളിലായി 2 സ്ഥലങ്ങളിലാണ് എന്താക്കുന്നത്? അണുബോംബ് വർഷിപ്പിച്ചത്. ഒന്ന് ഹിരോഷിമയിലും മറ്റൊന്ന് നാഗസാക്കിയിലും. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അണുബോംബ് ഇട്ടതെങ്കിൽ 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചത്. ഓർക്കണം, 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും ലോകത്താദ്യമായിട്ട് അമേരിക്ക എന്താക്കുകയാണ്? അണുബോംബ് വർഷിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്ക ഹിരോഷിമയിലിട്ട അണുബോംബ് വർഷിച്ച അണുബോംബ് എന്ന് പറയുന്നത് ലിറ്റിൽ ബോയ് ചെറിയ അണുബോംബാണ് അമേരിക്ക ഹിരോഷിമയിൽ വർഷിപ്പിച്ചത്. അഥവാ ചെറിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരെ ഒന്ന് ഭയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ. എന്നിട്ടും ജപ്പാനിൻ്റെ കൊഴുപ്പ്, അല്ലെങ്കിൽ അവരിതിൽ നിന്ന് പിന്മാറില്ലെന്ന് കണ്ടപ്പോൾ കുറച്ചുകൂടി ഭീകരമായ ഫാറ്റ് മാൻ എന്ന് പറയുന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. ആദ്യം ലിറ്റിൽ ബോയ് ഓഗസ്റ്റ് 6, പിന്നീട് ഓഗസ്റ്റ് 9 ഫാറ്റ് മാനും വർഷിക്കുകയാണ്. അതോടുകൂടെ ഈ നാഗസാക്കിയിലൂടെ ജപ്പാൻ്റെ നാഗസാക്കിയിലൂടെ അണുബോംബ് വർഷിച്ചതോടുകൂടെ ജപ്പാൻ യുദ്ധം നിർത്തുകയാണ്.
അങ്ങനെ ഓഗസ്റ്റ് 1945 ഓഗസ്റ്റിൽ എന്താക്കുകയാണ്, രണ്ടാം ലോക മഹായുദ്ധം അവിടെ നിന്ന് അവസാനിക്കുകയാണ്. ആര് വിജയിച്ചു? സഖ്യശക്തികൾ വിജയിക്കുകയാണ്. അങ്ങനെ അന്ന് ധാരാളം ആളുകൾ ആണവ ദുരന്തം കാരണം അല്ലെങ്കിൽ ആണവ ബോംബ് കാരണം ധാരാളം ആളുകൾ എന്താക്കിയിട്ടുണ്ട്, അന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഭവിഷ്യത്തെന്ന് കാരണം അല്ലെങ്കിൽ അണുബോംബിൻ്റെ ഇപ്പോഴും ദുരന്തം ഏറിയിട്ട് ധാരാളം ആളുകൾ ജപ്പാൻ്റെ ഈ ഭാഗത്ത് ജീവിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആ ഒരു കാരണം കൊണ്ട് കൊല ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കൊല ചെയ്യപ്പെട്ട ആളുകളെ വിളിക്കുന്ന പേരാണ് എന്താ? ഹിബാക്കുഷ്. ഏത്? ഹിബാക്കുഷ്. അണുബോംബിൻ്റെ ദുരന്തം പേര് ജീവിക്കുന്ന രക്തസാക്ഷികൾ അറിയപ്പെടുന്ന പേരാണ് ഹിബാക്കുഷ്. 1945 വർഷിച്ച അണുബോംബാണ്. പക്ഷേ ഇന്നും ഇപ്പോഴും എന്താക്കുന്നുണ്ട്, അവിടെ ഇതിൻ്റെ ആഘാതം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ 1945 ഓഗസ്റ്റ് 9 അവിടെ അണുവായുധം എന്താക്കി വർഷിച്ചു. അതോടുകൂടെ അവിടെ ജപ്പാനിൽ ഒരു കുട്ടി ഇതിനെ നേരിട്ട് സാക്ഷിയായിട്ടുണ്ട്. അങ്ങനെ അണുവായുധം നേരിട്ട് ജപ്പാൻ ബാലിക എന്നറിയപ്പെടുന്ന ആരാണ്? സസാക്കോ സസൂക്കി. ആരാണ്? സസാക്കോ സസൂക്കി എന്ന് പറയുന്ന ബാലികയാണ് അണുവായുധം ജപ്പാനിൽ നേരിട്ട് ഏറ്റ കുട്ടി എന്ന് പറയുന്നത്, ബാലിക എന്ന് പറയുന്നത്. ഈ സമയത്തും അഥവാ ഇങ്ങനെ അണുവായുധം ഏറ്റ് അവിടെ മരണവാസനമായി കിടക്കുന്ന സമയത്തും ഈ കുട്ടി എന്താണ്, പാവകളുടെ രൂപമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അത് ഏകദേശം ഒരു കൊക്കിൻ്റെ രൂപമായിരുന്നു. ആ പാവക്കൊക്കെ ഒരു കൊക്കിൻ്റെ രൂപമായിരുന്നു. അത് കാരണത്താൽ തന്നെ ആ കൊക്ക് എന്ത് പേരിൽ അറിയപ്പെട്ടു? സഡാക്കോ കൊക്കുകൾ. ഏത്? സഡാക്കോ കൊക്കുകൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. എന്താണ് സഡാക്കോ കൊക്കുകൾ? സഡാക്കോ സുസൂക്കി എന്ന് പറയുന്ന ജപ്പാനിലെ ബാലിക, സഡാക്കോ സുസൂക്കി എന്ന് പറയുന്ന ജപ്പാനിലെ ബാലിക എന്താക്കിയാണ് അവിടെ ഉണ്ടാക്കിയ, മരണമായി കിടക്കുന്ന സമയത്തും ഉണ്ടാക്കിയ കൊക്കുകൾ അറിയപ്പെട്ട പേരാണേത്? സഡാക്കോ കൊക്കുകൾ. ഓക്കെ, ഈ സഡാക്കോ കൊക്കുകളാണ് പിന്നീട് യുദ്ധവിരുദ്ധ വിഭാഗത്തിൻ്റെ പ്രതീകമായി നിലകൊണ്ടത്. പിന്നീട് ഇപ്പോഴും നിലകൊണ്ടിരിക്കുന്നതും അന്ന് അതിനുശേഷം നിലകൊണ്ടത് ഏതാണ്? ഈ സഡാക്കോ കൊക്കുകളാണ് പിന്നീട് എന്താക്കുന്നത്, യുദ്ധവിരുദ്ധ വിഭാഗത്തിൻ്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്നത്. അങ്ങനെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവിടെ ജപ്പാന് കൂടെ എന്താണ് തകർന്നടിഞ്ഞു, സഖ്യശക്തികൾ വിജയിച്ചു. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മറ്റൊരു ഭാഗം ചർച്ച ചെയ്യാം. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ധാരാളം കലാസൃഷ്ടികൾ, ധാരാളം കലാസൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം കലാസൃഷ്ടികളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ഒന്നാണ് ഗൂർണിക്ക എന്ന് പറയുന്നത്. ഗൂർണിക്ക എന്താ ഈ ഗൂർണിക്ക? 1937 സ്പെയിനിൽ എന്താക്കുകയാണ്, ജപ്പാന് ഒരു ബോംബ് വർഷിപ്പിച്ചു. ആ ഒരു സമയത്ത് ഉള്ള ഒരു സ്ഥലം ഗൂർണിക്ക സ്പെയിനിലെ ഗൂർണിക്ക എന്ന് പറയുന്ന സ്ഥലം നശിച്ചുപോയി. ഈ നശിച്ച ഗൂർണിക്ക എന്ന് പറയുന്ന സ്ഥലത്തിന് എന്താക്കി, ഒരു ചിത്രം വരച്ചു. ആര്? പിക്കാസോ. ഈ പിക്കാസോ വരച്ച ചിത്രമാണ് ഗൂർണിക്ക. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിലുണ്ടായ ഒരു വലിയൊരു കലാസൃഷ്ടിയാണ്. നമുക്കറിയാം ഡാവിഞ്ചി അപ്പം വരച്ചിട്ടുണ്ട്. ഏത്? ഡാവിഞ്ചി വരച്ച മൊണാലിസ ആരായിരുന്നു വരച്ചത്? അത് ഡാവിഞ്ചി. അതുപോലെ തന്നെ പിക്കാസോ വരച്ച ഒരു ചിത്രമാണ് ഗൂർണിക്ക എന്ന് പറയുന്നത്. വേറൊന്നുണ്ട് പിക്കാസോയുടേത്. എന്താണത്? ചിത്രകലയിൽ ജാമിതീയ രൂപങ്ങൾ കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് ആര്? പിക്കാസോ. ആര്? പിക്കാസോ. ഏത് രൂപങ്ങൾ? ജാമിതീയ രൂപങ്ങൾ കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് പിക്കാസോ. ഏതിൽ? ചിത്രകലകൾ. അതിന് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടും? ക്യൂബിസം. ഏതാണ്? ക്യൂബിസം. അപ്പം ക്യൂബിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് പിക്കാസോയാണ്. ക്യൂബിസത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പിക്കാസോ. ഓക്കെ, പിക്കാസോ വരച്ച ചിത്രമാണ് ഏത്? ഗൂർണിക്ക. മാറിപ്പോകരുത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചിത്രമായിരുന്നു ഏത്? പൊട്ടാറ്റോ ഈറ്റേഴ്സ് അഥവാ ഉരുളക്കിഴങ്ങ് തീറ്റക്കാർ എന്ന ചിത്രം. ഇത് വരച്ചത് ആരാണ്? വിൻസെൻ്റ് വാൻ ഗോഗ്. ആരാണ്? വിൻസെൻ്റ് വാൻ ഗോഗ്. ഒരു ഡച്ചുകാരനായ ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രമാണ് സൂര്യകാന്തി. ഏത്? സൺഫ്ലവർ എന്ന് പറയുന്ന ചിത്രം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ഇല്ല. വിൻസെൻ്റ് വാൻ ഗോഗ് എന്ന് പറയുന്ന ചിത്രം എന്താക്കുക? ഓർത്ത് വെക്കുക. വിൻസെൻ്റ് വാൻ ഗോഗ് വരച്ച പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം എന്താക്കുക? ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു നോവലും ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിനെ ആസ്പദമാക്കിയിട്ട് നോവലും ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്? ദ ഹോം ദ ബെൽ ടോൾസ്.
ദ ഹോം ദ ബെൽ ടോൾസ് എന്ന് പറയുന്ന നോവൽ. മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി, മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന നോവൽ രചിച്ചവരാണ് ആരാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേ. ആരാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേ. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച പുസ്തകമാണ് ഏത്? ദ ഹോം ദ ബെൽ ടോൾസ് എന്ന് പറയുന്നത്. ഇതൊരു അമേരിക്കൻ നോവലിസ്റ്റാണ്. ആരാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്നത് അമേരിക്കൻ നോവലിസ്റ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹം രചിച്ച മറ്റൊരു ബുക്കാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്ന ബുക്ക്. ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്ന ബുക്കും അദ്ദേഹം രചിച്ചതാണ്. എന്താ ഇതിൻ്റെ പ്രാധാന്യം? കാരണം ഇതിൻ്റെ ഒരു ഉദ്ധരണി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്കെന്നെ കൊല്ലാൻ കഴിയും, പക്ഷേ എൻ്റെ ആശയം എന്താക്കാൻ കഴിയില്ല? തോൽപ്പിക്കാനാവില്ല. നിങ്ങൾക്കെന്നെ കൊല്ലാൻ കഴിയും, പക്ഷെ എൻ്റെ ആശയം തോൽപ്പിക്കാനാവില്ല എന്ന ഉദ്ധരണിയുള്ള ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്ന പുസ്തകവും രചിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. ഓക്കെ, ഇതെല്ലാം. അതുപോലെ തന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ബുക്കാണ് ദ ഹോം ദ ബെൽ ടോൾസ്. ഓക്കെ, മാറിപ്പോരുത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചിത്രങ്ങളായിരുന്നു പറഞ്ഞു. ഗൂർണിക്ക, പിക്കാസോയുടെ ഗൂർണിക്ക, അതുപോലെ തന്നെ പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ചിത്രം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയ ദ ഹോം ദ ബെൽ ടോൾസ് അഥവാ മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി. അപ്പോൾ ചോദ്യം വരും, മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേ. അതുപോലെ തന്നെ വിൻസെൻ്റ് വാൻ ഗോഗ് വരച്ച ചിത്രം ഏത്? പൊട്ടാറ്റോ ഈറ്റേഴ്സ്. സൺഫ്ലവർ സൂര്യകാന്തി എന്ന് പറയുന്ന മറ്റൊരു ചിത്രമുണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതുക. അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ എന്ന് പറയുന്ന ആ ചിത്രത്തെക്കുറിച്ചും ഇവിടെ പ്രതിപാദിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ധാരാളം ചോയ്സ് ക്വസ്റ്റ്യൻസുകൾ ധാരാളം ഇവർ ശ്രദ്ധിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കും. അഥവാ അതിൻ്റെ പേരിൽ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടോ, അതിൻ്റെ കീഴിൽ പുസ്തകങ്ങൾ ഏതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നീ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇവരെന്താക്കും? ആ ഒരു ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. കാരണം അധികം ആളുകളും അതെന്താക്കൂല, ഫോക്കസ് ചെയ്യൂല. അത് കാരണത്താൽ തന്നെ ചോയ്സ് ക്വസ്റ്റ്യനുകൾ ഇവിടെ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ കീഴിലിറങ്ങിയ, ഇതിൻ്റെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ സിനിമകൾ. അങ്ങനെ വന്ന സിനിമകളാണ് ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. ഏതൊക്കെ? ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്ന സിനിമകൾ. ഈ സിനിമകൾ സംവിധാനം ചെയ്ത ആരാണ്? ആന്ദ്രേ വൈദ. ആരാണ്? ആന്ദ്രേ വൈദ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ 3 സിനിമകൾ, ഏതൊക്കെ? ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തത്. അതുപോലെ തന്നെ ദ ബ്രിഡ്ജ് ഓൺ റിവർ കോയിൽ സംവിധാനം ചെയ്ത ആരാണ്? അത് ഡേവിഡ് ലീൻ. ആരാണ്? ഡേവിഡ് ലീൻ എന്ന് പറയുന്ന സംവിധായകനാണ് ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ കോയ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. ഇതും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ സിനിമയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹിരോഷിമ മോൺ അമൂർ സംവിധാനം ചെയ്ത ആരാണ്? അലൻ റെനെ. ആരാണ്? അലൻ റെനെ. നമുക്കറിയാം ഹിരോഷിമ എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ലോകത്ത് ആദ്യമായിട്ട് അമേരിക്ക അണുവായുധം എന്താക്കുകയാണ്? പരീക്ഷിക്കുകയാണ്. അത് തന്നെ ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ വർഷിച്ചിട്ടാണ് അണുവായുധം എന്താക്കുന്നത്? പരീക്ഷിക്കുന്നത്. ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ സിനിമകൾ? ഏതൊക്കെയാണ്? ഒന്ന് ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്ന സംവിധാനം ചെയ്ത് ആന്ദ്രേ വൈദേ. ദ ബ്രിഡ്ജ് ഓൺ റിവർ കോയ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ഡേവിഡ് ലീൻ. അതുപോലെ തന്നെ ഹിരോഷിമ മോൺ അമൂർ എന്നത് സംവിധാനം ചെയ്തത് അലൻ റെനെ. ഇതെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ സിനിമകളാണ്. അപ്പോൾ ഇതെല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ധാരാളമായി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓപ്ഷനിലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സും കൂടിയിട്ട് നമ്മുടെ 2ാം ലോക മഹായുദ്ധം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്ലാസ് 1ാം ലോക മഹായുദ്ധം അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കേൾക്കാത്തവർ ആ ക്ലാസ്സുകൾ നിർബന്ധമായും കേൾക്കുക. അതിൻ്റെ തുടർഭാഗമായിട്ടാണ് നമ്മൾ 2ാം ലോക മഹായുദ്ധം ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ്. കാരണം 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞു, അതിനുശേഷം ഫാസിസവും നാസിസവും കൊണ്ടുവന്നു, ഹിറ്റ്ലറും മുസോളിനിയും കൂടെ. അതിനുശേഷം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഹിറ്റ്ലർ പോളണ്ട് ആക്രമണത്തിലൂടെയാണ് എന്താകുന്നത് 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചതെന്നൊക്കെ നമ്മൾ എന്താക്കി കഴിഞ്ഞു, ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കേട്ട് മുന്നോട്ട് പോവുക, നല്ല രീതിയിൽ പഠിക്കുക, എല്ലാ ക്ലാസ്സുകളും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നോട്ട് എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ MSVU ടോക്സ് എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും ഷെയറുമാണ് കമൻറ്റുകളുമാണ് നമ്മൾക്ക് ഓരോ ക്ലാസ്സിൽ ഇടാനുള്ള സപ്പോർട്ടും അതിനുള്ള മോട്ടിവേഷനുകളൊക്കെ നൽകുന്നത്. അപ്പോൾ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.